തുടർച്ചയായ രണ്ടാം ലോകകപ്പ് ലക്ഷ്യമിട്ടിറങ്ങുന്ന ലയണൽ മെസ്സിയുടെ അർജന്റീന 2010 ശേഷം ഫൈനലിലെത്തിയ ലെമിൻ യമാനിലെ സ്പെയിൻ സ്വപ്ന ഫൈനലാണ് ലോകകപ്പിൽ ആരാധകർ കാത്തിരിക്കുന്നത്. ഫിനലിസിമ നഷ്ടപ്പെട്ട ഫുട്ബോൾ ആരാധകർക്ക് വിശ്വവേദിയിൽ സ്വപ്ന സാക്ഷാത്കാരം. ലോക ഫുട്ബോളിലെ താരരാജാക്കന്മാർ ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടും. അജയ്യരായി അപരാജിതരായി എത്തുന്ന രണ്ട് സംഘങ്ങൾ കലാശപ്പോരിൽ നേർക്കുനേർ. ആധികാരികമായാണ് സ്പെയിൻ ഫൈനലിൽ എത്തിയതെങ്കിൽ കംബാക്കുമായി ലോകത്തെ അത്ഭുതപ്പെടുത്തിയാണ് അർജന്റീനയുടെ വരവ്. ഒരു ഗോൾ മാത്രം വഴങ്ങിയ പ്രതിരോധം സ്പെയിനിന് കരുത്തെങ്കിൽ എതിരാളികൾ എത്ര ഗോളടിച്ചാലും തിരിച്ചടിക്കുന്ന സ്കലോണിയൻ തന്ത്രം മറുവശത്തുമുണ്ട്. ലോക ചാമ്പ്യന്മാർക്കൊത്ത പ്രകടനം കാഴ്ചവെച്ചാണ് അർജന്റീന ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയാക്കിയത്. നോക്കൌട്ട് എത്തിയപ്പോൾ വിയർത്ത അർജന്റീന കേപ്പ് വെർദയെയും സ്വിറ്റ്സർലൻഡിനെയും മറികടന്നത് അധിക സമയത്തെ ഗോളിൽ. ഈജിപ്തിനെതിരെ 3 ഗോൾ തിരിച്ചടിച്ച് ജയിച്ചത് അവസാന മിനിറ്റുകളിൽ. ഇംഗ്ലണ്ടിനെതിരെയും സമാന ജയം ആവർത്തിച്ച ആൽബി സെലസ്റ്റെ ലോകകപ്പിലെ കംബാക്കിന്റെ പര്യായമായി മാറി. എല്ലാ മത്സരത്തിലും ഗോൾ പങ്കാളിത്തമുള്ള മെസ്സി തന്നെയാണ് അർജന്റീനയുടെ മുന്നേറ്റത്തിന്റെ നെടുന്തൂൺ. പൊസഷൻ ഫുട്ബോളിന് ഇക്കാലത്തും വിജയങ്ങൾ കൊണ്ടുവരാമെന്ന് ലൂയിസ് ഡിലാ ഫ്യുവന്റെ തെളിയിച്ചത് സ്പെയിനിന്റെ മുന്നേറ്റത്തിലൂടെയാണ്. കേപ്പ് വെർദെക്കെതിരെ വഴങ്ങിയ ഗോൾ രഹിത സമനില ഒഴിച്ചാൽ ആധികാരികമായിരുന്നു സ്പെയിൻ മുന്നേറ്റം. ഫൈനലിലേക്കുള്ള യാത്രയിൽ കീഴടക്കിയത് ഫ്രാൻസും പോർച്ചുഗലും ബെൽജിയവും അടങ്ങുന്ന വമ്പന്മാരെ. പ്രതിരോധത്തിലെ അച്ചടക്കവും മധ്യനിരയിലെ കൃത്യതയും മുന്നേറ്റത്തിലെ വേഗവും ചേർന്ന സംഘമായി സ്പെയിൻ മാറിയിരിക്കുകയാണ്. രണ്ട് ടീമുകൾക്കപ്പുറത്തേക്ക് രണ്ട് വ്യത്യസ്ത ഫുട്ബോൾ ശൈലികളുടെ ഏറ്റുമുട്ടൽ കൂടിയായിരിക്കും ഫൈനൽ പോരാട്ടം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.